നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ബാങ്കിംഗ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് AU സ്മാൾ ഫിനാൻസ് ബാങ്ക്. AU സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 18% വർദ്ധിച്ച് 504 കോടിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 371 കോടി രൂപയുടെ പ്രോഫിറ്റിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 5.8% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഇത് 5.1%ആയിരുന്നു. ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 57% വർദ്ധിച്ച് 2094 കോടിയായി മാറി. കഴിഞ്ഞ വർഷം 1337 കോടിയായിരുന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം. കൂടാതെ ഈ ക്വാർട്ടറിലെ കമ്പനിയുടെ റവന്യൂ 41% വർദ്ധിച്ച് 761 കോടിയായി ഉയരുകയും ചെയ്തു. കമ്പനി അതിൻ്റെ പ്രീ പ്രൊവിഷനിങ് എമൗണ്ട് ഇരട്ടിയാക്കി ഉയർത്തിയിട്ടുണ്ട്. 650 കോടിയിൽ നിന്നും 1292 കോടിയിലേക്കാണ് പ്രീ പ്രൊവിഷനിങ് എമൗണ്ട് ഉയർത്തിയിരിക്കുന്നത്. അസറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ ചെറിയ രീതിയിലെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. 2.31% നിന്നും ഗ്രോസ് NPA 2.28% കറക്റ്റ് ആവുകയും നെറ്റ് NPA 0.91% നിന്നും 0.74% മെച്ചപ്പെടുകയും ചെയ്തു. ബാങ്കിൻ്റെ ടോട്ടൽ ലോൺ പോർട്ട്ഫോളിയോ 1.16 ലക്ഷം കോടിയായി മാറി. ഇയർ ഓൺ ഇയറിൽ 20% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് സെക്ടറാണ് മികച്ച വളർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാന കാരണം. കൂടാതെ ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് 27% വർദ്ധിച്ച് 1.27 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്. AU സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്ക് 616 ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ 755. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ഹാവൽസ് ആണ്. ഹാവൽസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 16% വർദ്ധിച്ച് 446 കോടിയിൽ നിന്നും 518 കോടിയിലേക്ക് എത്തി. ഹാവൽസിൻ്റെ കൺസോളിഡേറ്റഡ് ക്വാർട്ടർലി റിസൾട്ടിലാണ് 16% വളർച്ച കമ്പനി കൈവരിച്ചിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 20% വർദ്ധിച്ച് 5442 കോടിയിൽ നിന്നും 6543 കോടിയിലേക്ക് എത്തി. അതേസമയം കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് 20% വർദ്ധിച്ച് 5911 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു മുൻപേ കമ്പനി 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡും പ്രഖ്യാപിച്ചിരുന്നു. ക്വാർട്ടർലി റിസൾട്ട് ഡേ ആയ ഇന്ന് സ്റ്റോക്ക് 1% ഉയർന്ന് 1664 ക്ലോസിംഗ് നൽകിയത്. സ്റ്റോക്ക് 5 ഡേ, 10 ഡേ, 20 ഡേ, 30 ഡേ, 50 ഡേ, 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകളേക്കാൾ ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം 150, 200 തുടങ്ങിയ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചുകളെക്കാളും താഴ്ന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് ഏകദേശം ഓവർസോൾഡ് സോണിനടുത്തായിട്ടാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ, അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്ക് ഏകദേശം ഓവർസോൾഡ് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഹാവൽസ് എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 60% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഹാവൽസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം.